സൈക്കോളജി ഓഫ് വുമൺ, പ്രീവിയസ് ജനറേഷൻ ആൻഡ് ഇപ്പോഴത്തെ ജനറേഷൻ. അതിലാദ്യം ജനറലായിട്ടൊരു കാര്യം വേണം, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മാരേജ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പ്രീവിയസ് ജനറേഷൻ ചിന്തിച്ചിരുന്നത് അതൊരു സോഷ്യൽ നെസസിറ്റിയും അതേപോലെ ഒരു സ്റ്റെബിലിറ്റി ആയിരുന്നു. ഇമോഷണൽ ആവാം, ഫിനാൻഷ്യൽ ആവാം, അത് സാമൂഹിക ഭദ്രത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സാമൂഹിക ഭദ്രത. അതെ. പക്ഷേ ഇന്നത്തെ ജനറേഷന് അത് ഇൻഡിവിജ്വാലിറ്റി, കൂടുതൽ ഹാപ്പിനെസ്, ഇതൊക്കെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതായത് അവർക്ക് അവരുടെ വ്യക്തിത്വം വിട്ട് കളയാൻ താല്പര്യമില്ല. അതേപോലെ മാരേജ് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ അവരെ മനസ്സിൽ പ്രയോറിറ്റൈസ് ചെയ്യും. കറക്റ്റ്. അതൊരു ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം. പഴയ ജനറേഷൻ ഇപ്പോൾ ജനറേഷൻ സ്ത്രീകളിലുണ്ടായ വ്യത്യാസം ഐഡൻറ്റിറ്റി. പഴയ ജനറേഷനിലെ സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യ, അമ്മ, മരുമകൾ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചു പോവുക. ഞാൻ എന്ന ഐഡൻറ്റിറ്റീനെ സാക്രിഫൈസ് ചെയ്യുക കുടുംബം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. കറക്റ്റ്. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷന് ഈ ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനെന്ന ഐഡൻറ്റിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഹോബീസ് ഒന്നും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. അതേപോലെ തന്നെ ഞാൻ എന്ന ഐഡൻറ്റിറ്റിയോട് ഒപ്പം തന്നെ ഞങ്ങൾ എന്ന ഐഡൻറ്റിറ്റി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ്. കറക്റ്റ്. പണ്ടത്തെ ആ ജനറേഷൻ തിങ്കിങ് മാറി.